മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ICDS സൂപ്പർവൈസർ PSC പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ PSC വേക്കൻസിയുടെ സിലബസിലെ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ കുറച്ച് PYQs ആണ് നോക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്ന യൂണിറ്റിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. This brain area is associated with motivation and control of pituitary gland. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ഏത് ബ്രെയിൻ ഏരിയ ആണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സെറിബെല്ലം ആണോ, തലാമസ് ആണോ, ഹൈപ്പോതലാമസ് ആണോ, മെഡുല്ല ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്താണെന്ന് ഉത്തരം എന്ന് ഊഹിച്ചോളൂ. ഉത്തരം ദാ ഹൈപ്പോതലാമസ് ആണ്. Hypothalamus is a small but crucial part in the brain located just below the thalamus. It plays a significant role in regulating basic biological needs such as hunger, thirst, sleep, etc. കുറേ ഉണ്ട് കേട്ടോ. Additionally, the hypothalamus controls pituitary gland through hormones and neurosignals, thereby influencing various biological processes and behavior. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ തന്നെ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓർഗൻ്റെ ഉള്ളിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ ഹൈപ്പോതലാമസ് ഒരു ചെറിയ സ്ട്രക്ചർ ആണെങ്കിൽ പോലും അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ബ്രെയിൻ നമ്മുടെ ബോഡീൻ്റെ കുറേ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. നമ്മുടെ ഉറക്കത്തിനെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ സെക്ഷൽ മോട്ടിവേഷനെ കൺട്രോൾ ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത് എല്ലാം ആരാണ്? നമ്മുടെ ഹൈപ്പോതലാമസ്. അതേപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന പലതരം ഹോർമോൺ, നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യപ്പെടുന്ന കെമിക്കൽസ് ആയിട്ടുള്ള ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യുന്നത് പോലും ആരാണ്? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഒരുപാട് ഡ്യൂട്ടി ഉള്ള ഒരു വ്യക്തിയാണ് ഹൈപ്പോതലാമസ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്നാണ്. സോ ദാറ്റ് ഈസ് ഹൈപ്പോതലാമസ്. അടുത്ത ക്വസ്റ്റ്യൻ, auditory information is processed in dash lobes. ഓക്കെ, ബ്രെയിനിനെ ബേസിക്കലി 4 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് കേട്ടോ. 4 ലോബുകളായി പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഒരു ക്ലാസിഫിക്കേഷനാണ് ബ്രെയിൻ 4 ലോബുകളായി തരംതിരിക്കുന്നു. ആ 4 ലോബുകൾക്കും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓഡിറ്ററി പ്രോസസ്സിങ് അല്ലെങ്കിൽ കേൾക്കുന്ന സാധനത്തിനെ ഏത് ലോബാണ്, ബ്രെയിനിൻ്റെ ഏത് ലോബാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. ഓസിപിറ്റൽ ആണോ, ടെമ്പോറൽ ആണോ, പാരിയറ്റൽ ആണോ, കോൺട്രാലാറ്ററൽ ആണോ എന്നുള്ളതാണ്. കോൺട്രാലാറ്ററൽ ഈ 4 ലോബിൽ പെടുന്നതല്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു ആൻസർ അല്ല എന്നുള്ള സാരം നമുക്ക് ഉറപ്പിക്കാം. ബാക്കി 3 ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ടെമ്പോറൽ ലോബാണ്. ടെമ്പോറൽ ലോബ് നമ്മുടെ ചെവിയുടെ ഭാഗങ്ങളിലായിട്ട് തന്നെയാണ്, ബ്രെയിനിൻ്റെ സൈഡ് ഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ ടെമ്പോറൽ ലോബ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ശബ്ദങ്ങളെ മനസ്സിലാക്കാനാണ് നമ്മുടെ ടെമ്പോറൽ ലോബ് ഡ്യൂട്ടി എടുക്കുന്നത്. ടെമ്പോറൽ ലോബ് ഇസ് റെസ്പോൺസിബിൾ ഫോർ പ്രോസസ്സിംഗ് മെമ്മറി ആൻഡ് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ. നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളുടെ അല്ലെങ്കിൽ കേൾക്കുന്ന സാധനങ്ങളുടെ ലാംഗ്വേജിനെയൊക്കെ മനസ്സിലാക്കിയെടുക്കാനാണ് ടെമ്പോറൽ ലോബ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് തേർഡ് വൺ. Reduced levels of which transmitter are associated with Parkinson disease? പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്ന ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. അതായത് ബ്രെയിനിലെ എന്തൊക്കെയോ കണക്ഷനിൽ വരുന്ന ചേഞ്ചസ് കാരണം ഉണ്ടാവുന്ന ഒരു ഡിസീസാണ് പാർക്കിൻസൺ ഡിസീസ്. പാർക്കിൻസൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് പ്രശ്നങ്ങളുണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് മെമ്മറിയിലും ഇഷ്യൂസ് ഉണ്ടാകും. ഇതാണ് മെയിൻ 2 ഇഷ്യൂസ്. അപ്പോൾ ഏത് ന്യൂറോൺ, നമ്മൾ പറഞ്ഞു ബ്രെയിനിലെ പല ഭാഗങ്ങളിലും വരുന്ന ഡാമേജ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏത് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് കുറയുമ്പോഴാണ് പാർക്കിൻസൺ ഡിസീസിൻ്റെ പല സിംറ്റംസും കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം വന്നത്. സെറോട്ടോണിൻ ആണോ, അസിറ്റൈൽ കോളിൻ ആണോ,
ഗ്ലൂട്ടമേറ്റ് ആണോ ഡോപ്പമിൻ ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഏതാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ഉത്തരം നോക്കാം. കറക്റ്റ് ആൻസർ വരുന്നത് ഡോപ്പമിൻ ആണ്. ഡോപ്പമിൻ ബേസിക്കലി നമ്മുടെ ഹാപ്പി ഹോർമോൺ, അല്ലെങ്കിൽ റിവാർഡ് തരുന്ന, നമുക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ റിവാർഡുകൾ, ഗിഫ്റ്റുകൾ തരുന്ന ഒരു ഹോർമോണാണ് നമ്മുടെ ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഡോപ്പമിൻ്റെ അളവ് കുറയും തോറുമാണ് നമ്മൾക്ക് പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്ന ഈ ഡിസീസിൻ്റെ പല സിംറ്റംസും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഡോപ്പമിൻ എന്ത് ചെയ്യാണ്, പലതരം മോട്ടോർ ബിഹേവിയർ, മോട്ടോർ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതും നമ്മുടെ ഡോപ്പമിൻ തന്നെയാണ് കേട്ടോ. ഡോപ്പമിൻ്റെ റിലീസ് മര്യാദയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആക്റ്റീവായിട്ട് നമ്മുടെ ഓടാനും ചാടാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ബേസിക്കലി പാർക്കിൻസൺ ഡിസീസ് ഉള്ള ആൾക്കാരുടെ മോട്ടോർ ബിഹേവിയേഴ്സിൽ കുറച്ച് പ്രശ്നമുണ്ടാകും. ഭയങ്കര ട്രെമേഴ്സ് ഉണ്ടാകും, കൈ ഇങ്ങനെ വിറയ്ക്കാനുള്ളൊരു പ്രശ്നം ഉണ്ടാകും, കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇടയ്ക്കുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള മോട്ടോർ ബിഹേവിയറിൽ ഡിസ്റെഗുലേഷൻ വരും. അതിനൊരു കാരണം ഡോപ്പമിൻ്റെ അളവ് കുറയുന്നതെന്നാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഡിറ്റോറിയേഷൻ ഓഫ് dopaminergic neurons in the substantia nigra associated with symptoms of Parkinson's disease are often treated with L-DOPA or dopamine precursor. ബേസിക്കലി നമ്മുടെ സബ്സ്റ്റൻഷ്യൽ നൈഗ്രയിൽ നിന്നാണ് ഡോപ്പമിനർജിക് ന്യൂറോൺസ് അല്ലെങ്കിൽ ഡോപ്പമിനെ റിലീസ് ചെയ്യുന്ന ന്യൂറോൺസിൽ വരുന്നത്. ഓക്കെ, ആ ന്യൂറോൺസിൽ കറക്റ്റായിട്ട് ഈ സാധനം വരാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ അതിന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, L-DOPA അല്ലെങ്കിൽ ഡോപ്പമിൻ കൂടുതൽ റിലീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെഡിസിൻസ് കൊടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ സപ്ലിമെൻ്റ് ചെയ്യുന്ന പുറത്തു നിന്നുള്ളൊരു ഏജൻറ്റ് കൊടുത്തുകൊണ്ടാണ് ചേഞ്ചസ് കൊണ്ടുവരുന്നത്. ഓക്കെ, ദാറ്റ്സ് സോ ഡോപ്പമിൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോളോയിങ് എ സ്ട്രെസ്ഫുൾ ഇവൻറ്റ്, ടോംസ് എലിവേറ്റഡ് ഹാർട്ട് റേറ്റ് gradually slows and normal blood flows returns into his digestive system. These changes are due to actions of dash. Okay, ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷന് ശേഷം ടോം എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ ബോഡി സിസ്റ്റം മൊത്തത്തിൽ ഒരു റിലാക്സ് സ്റ്റേറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അല്ലേ. ഹാർട്ട് റേറ്റ് താഴേക്ക് വരികയാണെന്ന് പറയുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ നല്ല സ്മൂത്തായി പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ റെഗുലേറ്റഡ് ആയി വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും എന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. 4 ഓപ്ഷനാണ് വരുന്നത്. സൊമാറ്റിക് നെർവസ് സിസ്റ്റം, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓർ അമഗ്ഡാല. ഇതിൽ ബ്രെയിനിലെ ഏത് ഭാഗമാണ് ഈ ഒരു പ്രോസസ്സിനെ, ബോഡിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ടോമിൻ്റെ എക്സാമ്പിളിൽ നിന്നുള്ള ചോദ്യം വരുന്നത്. സോ ഏതാണ്? പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ബേസിക്കലി നമ്മൾക്ക് 2 നെർവസ് സിസ്റ്റമാണ് കേട്ടോ ഉള്ളത്, പാരാസിമ്പത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമുക്ക് എന്തെങ്കിലും ഒരു ഡേഞ്ചർ വരുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വരുമ്പം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആയിരിക്കും എന്ത് ചെയ്യുക, ഓൺ ആവുക. ഓക്കെ, ആ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓൺ ആവുന്നതുകൊണ്ടാണ് നമ്മളുടെ മുന്നിൽ വരുന്ന സ്ട്രെസ്സിനെ അല്ലെങ്കിൽ നമ്മൾക്ക് മുന്നിൽ വന്ന ഒരു ചാലഞ്ചിനെ നമ്മൾ മറികടക്കാൻ, ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾക്ക് എന്താകും, നമ്മളുടെ ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ടാവും, നമ്മുടെ മസിൽസൊക്കെ ഭയങ്കര ടൈറ്റ് ആവാൻ തുടങ്ങുന്നുണ്ടാവും, ബ്ലഡൊക്കെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടായിരിക്കും ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ബോഡി മൊത്തത്തിൽ ഭയങ്കര കൺസ്ട്രിക്റ്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രെസ്സിനെ മറികടക്കാൻ അത്തരത്തിലുള്ളൊരു എനർജി ചേഞ്ച് നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ അതിനുശേഷം നമ്മളുടെ ആ സ്ട്രെസ്സ് നമ്മൾ മറികടന്നു കഴിഞ്ഞാൽ then we must have parasympathetic nervous system ഓൺ ആയിരിക്കണം. ഓക്കെ, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓൺ ആകുമ്പോൾ നമ്മുടെ ബോഡി നേരത്തെ ഓണായി അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയപ്പോൾ ഓണായി അല്ലെങ്കിൽ കൺസ്ട്രിക്റ്റഡ് ആയിക്കൊണ്ടിരുന്ന ബോഡി ഫങ്ഷൻസ് ഒക്കെ റിലാക്സ് ആവാൻ തുടങ്ങും. അപ്പോൾ ടോമിന് സംഭവിച്ചത് എന്താണ്, ബോഡി റിലാക്സേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അവിടെ അവൻ്റെത് ഓൺ ആയതുകൊണ്ടാണ് അവൻ്റെ ഹാർട്ട് റേറ്റ് കുറയുകയും ബ്ലഡ് ഫ്ലോ ഒക്കെ കറക്റ്റായി തുടങ്ങിയത്. സോ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓൺ ആയിക്കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് കുറയും, നമ്മുടെ ശ്വാസം എടുക്കുന്ന രീതിയിൽ വ്യത്യാസം വരും, മസിൽ ടെൻഷൻ കുറയും, മസിൽസൊക്കെ റിലാക്സ്ഡ് ആകും, ഡൈജഷൻ ഇൻക്രീസ് ആകും. അതായത് സ്ട്രെസ്സ് വരുമ്പോൾ നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല കേട്ടോ, സ്ട്രെസ്സ് പോയി കഴിയുമ്പോഴാണ് നമുക്ക് വിശപ്പ് വരിക. ആൻഡ് റിപ്രൊഡക്റ്റീവ് ഫങ്ഷൻ, ഇമ്മ്യൂണിറ്റി ഫങ്ഷനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. Question number 5. Information passes between the left and right hemisphere of the cerebral cortex via dash. നമുക്ക് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞു 4 ലോബുകളുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ബ്രെയിനിന് 4 ലോബുകളായി തരംതിരിച്ചിട്ടുണ്ട്. മറ്റൊരു ക്ലാസിഫിക്കേഷൻ, ബ്രെയിനിനെ തരംതിരിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ ആയിട്ട്. ബ്രെയിനിനെ 2ആയി തരംതിരിച്ചതാണ് ലെഫ്റ്റ് ബ്രെയിൻ ഓർ റൈറ്റ് ബ്രെയിൻ ആയിട്ട്. ഈ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും തമ്മിൽ കണക്ഷൻസ് ഉണ്ടാവും. കണക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് വളരെ സ്മൂത്തായിട്ട് ആളുകൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണക്ഷൻ വയർ അല്ലെങ്കിൽ കണക്റ്റിംഗ് ബ്രിഡ്ജിങ് വയറിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം വന്നത്. തലാമസ് എന്നാണോ, പോൺസ് എന്നാണോ, സെറിബെല്ലം എന്നാണോ, കോർപ്പസ് കാലോസം എന്നാണോ? ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കോർപ്പസ് കാലോസം. റൈറ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഹെമിസ്ഫിയറും തമ്മിൽ ഇൻട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുകയും തമ്മിലൊരു ബ്രിഡ്ജ് കണക്ഷൻ കൊണ്ടുവരുന്നതും കോർപ്പസ് കാലോസമാണ്. കോർപ്പസ് കാലോസം is a dense band of nerve fibers which runs across the base of longitudinal fissure separating two hemispheres. 2 ഹെമിസ്ഫിയേഴ്സിൻ്റെ നടുവിൽ ഒരു ഫിഷർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് തമ്മിൽ കണക്ഷൻസ് കൊണ്ടുവരുന്ന ഒരു കട്ടിയുള്ള ഡെൻസ് ആയിട്ടുള്ള നെർവ് ഫൈബേഴ്സുകളെയാണ് നമ്മൾ കോർപ്പസ് കാലോസം എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. ഡാഷ് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ലൈക്ക് കഫിംഗ് ആൻഡ് സ്നീസിങ്. ചുമയ്ക്കാനും അതേപോലെ തന്നെ തുമ്മുമ്പോഴൊക്കെ നമ്മുടെ ഏത് ബ്രെയിൻ ഏരിയ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ബ്രെയിൻ ഏരിയയ്ക്ക് കണക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ പ്രോസസ്സൊക്കെ നടന്നു പോകുന്നത്? മെഡുല്ലയാണോ, സെറിബ്രമാണോ, പോൺസ് ആണോ, സെറിബെല്ലമാണോ എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ എന്താ നോക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മെഡുല്ല ആണ്. മെഡുല്ല എന്നല്ല, ഫുൾ നെയിം ഉണ്ട് മെഡുല്ല ഒബ്ലാങ്കട്ട. ഇത് കോമൺലി എല്ലാവരും കേൾക്കുന്നൊരു വേർഡാണല്ലേ, മെഡുല്ല ഒബ്ലാങ്കട്ട. ഒബ്ലാങ്കട്ട ഒരു ഭയങ്കര ഹൈലൈറ്റിംഗ് നെയിമാണ്, അതെല്ലാവർക്കും അറിയാം. അപ്പം മെഡുല്ല ഒബ്ലാങ്കട്ട എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ്. ബ്രെയിനിനെ 3ആയി തരംതിരിക്കുന്നുണ്ട്: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹിൻഡ് ബ്രെയിൻ. അതിലെ മിഡ് ബ്രെയിനിലെ ഒരു ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കട്ട എന്ന് പറയുന്നത്. ഓക്കെ, ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവോളണ്ടറി ഫങ്ഷൻസ്, അതായത് നമുക്ക് ഈ തുമ്മലിനെയും ചുമയിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഈ എവിടെയെങ്കിലും പോയി നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുന്ന, നമുക്ക് വോളണ്ടറിലി ബോധപൂർവം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല ഈ ചുമ, തുമ്മൽ, ശ്വാസമെടുക്കൽ ഒന്നും നമ്മുടെ കൺട്രോളിലില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഹ്യൂമൻസിൻ്റെ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ആര്? മെഡുല്ല ഒബ്ലാങ്കട്ട. സോ തുമ്മാനും അതേപോലെ തന്നെ ചുമയ്ക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മെഡുല്ല ഒബ്ലാങ്കട്ടയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നോട്ട്സ് ഓഫ് റൺവീർ എന്ന് പറയുന്നത്. നോട്ട്സ് ഓഫ് റൺവീർ ആർ മൈക്രോസ്കോപ്പിക് ഗ്യാപ്സ് ഫൗണ്ട് വിത്തിൻ ഡാഷ്. നോട്ട്സ് ഓഫ് റൺവീർ എന്ന് പറയുന്ന ഭാഗം എന്താണ്? ഏത് ഗ്യാപ്പുകൾക്ക്? ചെറിയ മൈക്രോസ്കോപ്പിൻ്റെ അത്രയും ചെറുതായിട്ടുള്ള, മൈക്രോസ്കോപ്പ് വ്യൂവിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയ ഗ്യാപ്പ് എന്തിൻ്റെ ഇടയിലാണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് മൈലിനേറ്റഡ് ആക്സൻസ്, ഗ്ലാൻഡ് സെൽസ്, ഓസ്റ്റിയോബ്ലാസ്റ്റ്, മോർ ദാൻ വൺ ഓഫ് ദി എബോവ്. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മൈലിനേറ്റഡ് ആക്സൻസ് എന്നുള്ളതാണ്. നോട്ട്സ് ഓഫ് റൺവീർ ആർ ഗ്യാപ്സ് ഫൗണ്ട് ബിറ്റ്വീൻ മൈലിനേറ്റഡ് ആക്സൻ ക്രൂഷ്യൽ ഫോർ റാപ്പിഡ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസസ് ഡ്യൂ ടു സാൽറ്റേറ്ററി കണ്ടക്ഷൻ. നമ്മളുടെ നെർവ് അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് ന്യൂറോൺ. ന്യൂറോണിൽ 3 മെയിൻ സ്ട്രക്ചേഴ്സാണുള്ളത് അല്ലേ? സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്, ആക്സൺ പോലുള്ള 3 സ്ട്രക്ചേഴ്സ് ആണല്ലേ. അപ്പോൾ ഡെൻഡ്രൈറ്റിലൂടെ നമുക്ക് കടന്നു പോകുന്ന ഇൻഫർമേഷൻ ആക്സോണിലൂടെയാണ് അടുത്ത ന്യൂറോണിലേക്ക് എത്തുക. അപ്പോൾ ആ പ്രോസസ്സിൽ മൈലിനേറ്റഡ് ആയിട്ടുള്ള ആക്സോൺ, മൈലിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ല്, സ്വാം സെല്ല് കൂടിയുള്ള ആക്സണിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പിനെ, ആ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇൻഫർമേഷൻ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അടുത്തയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നോട്ട്സ് ഓഫ് റൺവീറും നോട്ട്സ് ഓഫ് റൺവീറിൻ്റെ സ്ഥലവും അതിൻ്റെ ഫങ്ഷൻ എന്നും പറയുന്നത്. സോ ക്ലിയർ ആണെന്നായിരിക്കുന്നു. മൈലിനേറ്റഡ് ആൻസർ ആണ് കറക്റ്റ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ, എത്ര സ്പൈനൽ നെർവ്സ് ഉണ്ട് നമുക്ക്? നമ്പർ ഓഫ് സ്പൈനൽ നെർവ്സ് ഇൻ ഹ്യൂമൻ ഇസ് ഡാഷ്. 27 ആണോ, 31 ആണോ, 37 ആണോ, ഓർ നൺ ഓഫ് ദി അബവ്? ഇതിലൊന്നുമല്ല, വേറെ ഏതോ ഒരു നമ്പറാണ്. ഏതാണ്? കറക്റ്റ് ആൻസർ 31 പേഴ്സ്. 31 സ്പൈനൽ നെർവ്സ് ആണ് ഓരോ ഹ്യൂമനും ഉണ്ടാവുക. അതിനെ 5ആയി തരംതിരിക്കുന്നുണ്ട്. യെസ്, 5ആയി തരംതിരിക്കുന്നുണ്ട്. സെർവിക്കൽ നെർവ്, തൊറാസിക് നെർവ്, ലംബാർ നെർവ്, സാക്രൽ നെർവ്സ് ആൻഡ് കോക്സിജൽ നെർവ്. അങ്ങനെ 5ആയിട്ടാണ് 31 സ്പൈനൽ നെർവ് തരംതിരിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ. Dash are the neurons carrying impulses away from the central nervous system. Central nervous systemത്തിൽ നിന്നും ഇൻഫർമേഷൻസിനെ ബാക്കി ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ന്യൂറോൺ ആരാണ്, അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സ് ഏതാണ്? നെർവ് ഫൈബേഴ്സ്, ന്യൂറോൺ അല്ല, നെർവ് ഫൈബേഴ്സ് ഏതാണെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. സോറി, ന്യൂറോൺസ് തന്നെയാണ്. ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. എ ഇഫറൻറ്റ്, ബി അഫറൻറ്റ് ആൻഡ് സി എക്സ്റ്റൻസേഴ്സ്, ഡി സെൻസറി നെർവ്സ്. ഇതിൽ ആരാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ബാക്കി ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്? കറക്റ്റ് ആൻസർ ഇസ് ഇഫറൻറ്റ് നെർവ്സ്. ഇഫറൻറ്റ് നെർവ്സ് ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ കണ്ടത് പൂച്ചേനെയാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ. നമുക്ക് ആ ഒരു ഇൻഫർമേഷനെ നമുക്ക് പിന്നീട് എത്തിക്കുന്ന, പിന്നീട് ബാക്കിയുള്ള ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ കണ്ട സാധനം ഇതാണെന്ന ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷനെ ബാക്കി ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നെർവ്സ് ആണ് ഇഫറൻറ്റ് നെർവ്സ്. Efferent nerves are the neurons that carry impulses away from central nervous system to signals to the effective muscles or glands. Basically, കണ്ണിനോട് പറയാണ് നമ്മൾ കണ്ടതൊരു പൂച്ചേനെയാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടതൊരു പട്ടീനെയാണ്, പട്ടി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്, നമ്മൾ മാറി നിൽക്കണം എന്നുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. സോ CNS ടു മസിൽസിലേക്ക് ഇൻഫർമേഷൻസ് കൊണ്ടുപോകുന്ന ആളാണ് ആര്? Efferent nerves. Okay. Next question. Question number 10. Which of the following best describes the concept of homeostasis? A. Tendency of the body to maintain a stable internal environment despite external changes. The process by which cell absorb nutrients for energy production. The regulation of body temperature through sweating and shivering. The adaptation of organism to changes in their environment. ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. 4 ക്വസ്റ്റ്യൻ ഉണ്ട്, 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷൻസിനെയും തറവായിട്ട് വായിച്ചു നോക്കുക. ചില ലോങ് ക്വസ്റ്റ്യൻസ് കാണുമ്പം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. ആ ക്വസ്റ്റ്യൻസിന് നന്നായിട്ട് തറവായി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഒന്ന് വായിച്ചു നോക്കാം, നമുക്ക് എന്തായാലും ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. Homeostasis is the tendency of the body to maintain stable internal environment despite external changes. നമ്മളുടെ ഹോമിയോസ്റ്റേറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ ദോ നമ്മൾക്കിപ്പോൾ ചുറ്റുപാട് എന്താണ്, ചൂടുകാലം വരും, തണുപ്പ് കാലം വരും, അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ക്ലൈമറ്റ് വരും. അപ്പോൾ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ചേഞ്ചസും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് എന്ത് ചെയ്യും, നമുക്ക് ഉണ്ടാവുന്നതായിരിക്കും. ആ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ ചേഞ്ചസിന്, ചുറ്റുപാടിലെ വ്യത്യാസങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ വ്യത്യാസങ്ങളെ മാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ ഉള്ളിലെ എൻവയോൺമെൻറ്റിനെ ബാലൻസിൽ കൊണ്ട് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഹോമിയോസ്റ്റേസിസ് എന്ന് പറയാം. ഒന്ന് നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് തന്നെ നോക്കാം. Homeostasis refers to the body's ability to maintain a relatively stable internal environment despite changes in external environment. This dynamic process involves physiological mechanisms that work together to regulate temperature, pH levels of the body, blood glucose levels, hydration and other internal with conditions with narrow limits.
സോ ബോഡീൻ്റെ ടെമ്പറേച്ചറെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ബോഡിയിലെ pH ലെവൽ ആസിഡിക് ആവണോ ബേസിക് ആവണോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആസിഡിക് ബേസിക് നേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ, ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ, ബോഡിയിലെ ഹൈഡ്രേഷനെ അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അല്ലെങ്കിൽ അതിനെയൊക്കെ ബാലൻസിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, so we'll look into അടുത്ത question. Okay, question number 11. Which of the following is a characteristic symptom of Broca's aphasia? Broca's aphasia എന്ന് പറയുന്നത് ഒരു ഡാമേജിങ് കണ്ടീഷനാണ് കേട്ടോ. അല്ലെങ്കിൽ ബ്രോക്കാസ് എഫേസിയ എന്ന് പറയുന്നത് ഒരു ഡിസോർഡറാണ്, ഒരു മനുഷ്യന്മാരിൽ വരുന്ന ഒരു ഡിസോർഡറാണ് ബ്രോക്കാസ് എഫേസിയ. അതിൻ്റെ സിംറ്റം എന്താണെന്നാണ് നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നന്നായിട്ട് ഓപ്ഷൻ വായിച്ച് നോക്കാം. ഫ്ലുവൻറ്റ് സ്പീച്ച് വിത്ത് ഇമ്പയർഡ് കോംപ്രിഹെൻഷൻ. നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, പക്ഷേ നമുക്ക് പറയുന്ന സാധനങ്ങളെ മനസ്സിലാവില്ല, അതാണോ പ്രശ്നം. ഡിഫിക്കൽട്ടി ഇൻ ഫൈൻഡിങ് ദ റൈറ്റ് വേർഡ്സ് ടു എക്സ്പ്രസ് തോട്ട്സ്. നമ്മൾക്ക് സംസാരിക്കുമ്പോൾ ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കണം എന്നുള്ളതിൽ കൺഫ്യൂഷൻ വരുന്നതാണോ ബ്രോക്കാസ് എഫേസിയൻ്റെ സിംറ്റം ആണോ? അതോ റിപ്പിറ്റേഷൻ ഓഫ് വേർഡ്സ്, നമ്മൾ പറഞ്ഞ വാക്കുകൾ തന്നെ പിന്നെയും പറഞ്ഞു പോകുന്നതാണോ നമ്മുടെ പ്രശ്നം? ഓർ ഇംപയർഡ് എബിലിറ്റി ടു കോംപ്രഹെൻഡ് സ്പീച്ച്, പറയുന്ന സാധനങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ, അതിൻ്റെ മീനിങ് മനസ്സിലാക്കാനാണോ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് നമ്മുടെ 4 ഓപ്ഷൻസ്. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കാം. കറക്റ്റ് ആൻസർ ഇസ് ഡിഫിക്കൽട്ടി ഇൻ ഫൈൻഡിങ് റൈറ്റ് വേർഡ്സ് ടു എക്സ്പ്രസ് ദ തോട്ട്സ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ വാക്കുകൾ ഉപയോഗിച്ചാൽ കറക്റ്റ് മീനിങ് ഫുൾ ആയിട്ടുള്ള മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ കൺഫ്യൂഷൻ വരാം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ സെൻറ്റൻസ് ഒക്കെ പറയുന്ന സമയത്ത് തമ്മിൽ ബന്ധമില്ലാത്ത പോലെ തോന്നാൻ സാധ്യതയുണ്ട്. ബ്രോക്കാസ് എഫേസിയ ഉള്ള ഒരാൾക്ക് ബ്രോക്കാസ് ഏരിയയിൽ ഡാമേജ് വരുന്നതുകൊണ്ട് സ്പീച്ചിലാണ് ബുദ്ധിമുട്ട് വരുന്നുണ്ടാവാം. ബ്രോക്കാസ് എഫേസിയ ഇസ് ഓൾസോ നോൺ ആസ് non-fluent speech or expressive aphasia. എക്സ്പ്രഷൻ പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ളത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. ടിപ്പിക്കലി ഇൻവോൾവ്സ് ഡിഫിക്കൽട്ടി ഇൻ സ്പീച്ച് പ്രൊഡക്ഷൻ. Individual with Broca's aphasia often struggle to find right words and form sentences. സംസാരിക്കുമ്പോൾ വാക്കുകൾ തിരഞ്ഞെടുത്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസസ് ഫോം ചെയ്യാൻ അവർ ബുദ്ധിമുട്ടും. സോ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 11. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 എന്താണെന്ന് നമുക്ക് നോക്കാം. റിഫ്ലെക്സ് ആക്ഷൻ ഇസ് ദ ബോഡീസ് റിഫ്ലെക്സ് ആക്ഷൻ ഇൻ ദ ബോഡീസ് കൺട്രോൾഡ് ബൈ ഹൂം? ആരാണ് ബോഡീൻ്റെ റിഫ്ലെക്സ് ആക്ഷൻ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്? ബേസിക്കലി റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ചിന്തയില്ലാതെ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന ആക്ഷൻസിനെയാണ് റിഫ്ലെക്സ് ആക്ഷൻ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ബ്രൈറ്റ് ലൈറ്റ്, രാത്രി വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ബ്രൈറ്റ് ലൈറ്റ് അടിക്കുമ്പോൾ കണ്ണ് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, കണ്ണടയ്ക്കും. അതേപോലെ തന്നെ നമ്മൾ ചൂടുള്ള സാധനം തൊടുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കൈയെടുത്ത് മാറ്റും. അപ്പോൾ ഇതിനെയൊക്കെയാണ്, അതായത് തിങ്കിങ് ഇല്ലാതെ ആക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിഫ്ലെക്സ് ആക്ഷൻ പറയുക. ഇത്തരത്തിലുള്ള റിഫ്ലെക്സ് ആക്ഷനെ ആരാണ്, ഏത് ബ്രെയിൻ ഏരിയ ആണ് അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ഏരിയ ആണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. സ്പൈനൽ കോഡാണോ, ഫ്രോണ്ടൽ ലോബാണോ, ANS അല്ലെങ്കിൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെയാണ് കേട്ടോ ഷോർട്ട് ചെയ്തിട്ടുള്ളത്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണോ ഓർ മെഡുല്ല, നേരത്തെ പറഞ്ഞ മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണോ? കറക്റ്റ് ആൻസർ സ്പൈനൽ കോഡ്. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ 2 ഭാഗങ്ങളാണുള്ള, അതിലെ രണ്ടാമത്തെ മെയിൻ ഭാഗമായിട്ടുള്ള സ്പൈനൽ കോഡാണ് റിഫ്ലെക്സ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ചിന്ത പോലും ഇല്ലാതെ പെട്ടെന്ന് റെസ്പോൺസ് ചെയ്യുന്ന, ക്വിക്ക്ലി റെസ്പോൺസ് കൊടുക്കുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്, വിത്തൗട്ട് എനി തിങ്കിങ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. Question number 30.
Which of the following cells do produce myelin in the central nervous system? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ മൈലിൻ ഷീത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞ ആക്സോണിന് ചുറ്റുമുണ്ടാകുന്ന മൈലിൻ ഷീത്തിനെ കൊണ്ടുവരുന്നത് ഏത് സെല്ലാണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ ചോദിക്കുന്നത്. ഷ്വാൻ സെല്ലാണോ, ആസ്ട്രോസൈറ്റ്സ് ആണോ, മൈക്രോഗ്ലിയ ആണോ, ഒലിഗോസെൻട്രോസൈറ്റ്സ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ബേസിക്കലി റൈറ്റ് ആൻസർ വരുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ് കേട്ടോ. ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ് മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോണുകളുടെ ആക്സോണുകൾക്ക് ചുറ്റും മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത് ആരാണ്? ഒലിഗോസെൻട്രോസൈറ്റ്സ് ആണ് കേട്ടോ. The myelin sheath is greatly extended and modified plasma membrane wrapped around the nerve axon in a spiral fashion. Oligodendrocyte cells in the central nervous system. ഒലിഗോഡെൻഡ്രോഗ്ലിയൽ സെൽസ്. ഒലിഗോഡെൻഡ്രോഗ്ലിയൽ സെൽസ് ആണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ മൈലിനേറ്റഡ് ആക്സോണിൻ്റെ ഉള്ളിലായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ആലോചിച്ച് വയ്ക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14. Which lobes of the brain receive the input that enables you to feel someone scratching your back? ആരോ നമ്മളെ മേത്ത് ചൊറിയുന്നു എന്നുള്ള ഒരു സെൻസേഷൻ, ആ ഫീലിംഗ് മനസ്സിലാക്കിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഏത് ലോബാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഏത് ഭാഗമാണ് എന്നുള്ളതാണ് ചോദ്യം. പാരിയറ്റൽ ആണോ, ഒസിപിറ്റൽ ആണോ, ടെമ്പോറൽ ആണോ, ഫ്രോണ്ടൽ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, കറക്റ്റ് ആൻസർ പാരിയറ്റൽ ലോബാണ്. ഓക്കെ, പാരിയറ്റൽ ലോബാണ് കറക്റ്റ് ആൻസർ. Parietal lobes are primarily responsible for processing sensory information of the body, including touch, pressure, temperature and pain sensation. Basically നമ്മുടെ സ്കിന്നിൽ ഏൽക്കുന്ന പല ചേഞ്ചസിനെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിൻ ഏരിയ ആണ് എന്ത്? പാരിയറ്റൽ ലോബ് എന്ന് പറയുന്നത്. നമ്പർ 15. The ability to recognize faces with right hemisphere but not with left hemisphere best illustrate what? ബേസിക്കലി നമുക്ക് മുഖങ്ങളെ ഓർത്തെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മുഖങ്ങളെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? റൈറ്റ് ഹെമിസ്ഫിയർ ആണെന്നും എന്തുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ഹെമിസ്ഫിയറിന് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതുമാണ് നമ്മുടെ ചോദ്യം വരുന്നത്. അതിന് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരാൾക്ക് മാത്രം ഫേസ് റെക്കഗ്നിഷൻ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത് ബ്രെയിനിൻ്റെ എന്ത് ഫങ്ഷൻ ആണെന്നാണ് നമ്മളവിടെ ചോദിക്കുന്നത്. പാർക്കിൻസൺ ഡിസീസ് ആണോ, ന്യൂറോജെനസിസ് ആണോ, പ്ലാസ്റ്റിസിറ്റി ആണോ, ലാറ്ററലൈസേഷൻ ആണോ, എഫേസി ആണോ എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലാറ്ററലൈസേഷൻ ആണ് കേട്ടോ. Lateralization refers to specialization of function in the two hemispheres of the brain. In most individuals, facial recognition tends to predominantly processed in right hemisphere. Their specialization is an example of lateralization of the function in the brain. ബേസിക്കലി നമ്മൾ പറഞ്ഞിരുന്നു, ബ്രെയിനിൻ്റെ ഓരോ ബ്രെയിൻ ഭാഗങ്ങൾക്കും പല പല ഡ്യൂട്ടികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഡ്യൂട്ടികളൊന്നും മറ്റൊരാളെ ഏറ്റെടുത്ത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഓരോ ബ്രെയിൻ ഏരിയാസിന് കൊടുത്ത ഡ്യൂട്ടിക്ക് അനുസരിച്ച് അത് പ്രവർത്തിക്കുള്ളൂ. സോ ബേസിക്കലി ലെഫ്റ്റ് ഹെമിസ്ഫിയറിന് ആളുകളുടെ മുഖങ്ങളെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ ഇമേജസ് വിഷ്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ മനസ്സിലാക്കാനോ കഴിവുകളല്ല കൂടുതൽ കൊടുത്തിട്ടുള്ളത്. സോ റൈറ്റ് ഹെമിസ്ഫിയറിനാണ് അത് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. സോ ആ ഒരു ഫംഗ്ഷനെ, അവരവർക്ക് കൊടുത്ത ഡ്യൂട്ടീനെ അവരവർ ചെയ്യുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ബ്രെയിനിൻ്റെ അത്തരത്തിലുള്ളൊരു കഴിവിനെ നമ്മൾ ലാറ്ററലൈസേഷൻ എന്നാണ് പറയുന്നത്. Specialization of function of the brain. Specialization of function of the brain is known as lateralization. Okay, clear ആണെന്ന് വിചാരിക്കുന്നു. We'll go into അടുത്ത question. Question number 16. Neurosurgeons have severed the corpus callosum in human patients in order to reduce dash. നമ്മൾ പറഞ്ഞിരുന്നു ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും തമ്മിൽ കണക്ഷൻ വരുത്തുന്ന ബ്രിഡ്ജാണ് കോർപ്പസ് കലോസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കോർപ്പസ് കലോസം ന്യൂറോ സർജൻസ് പല ഡോക്ടേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്? ആൾക്കാരിൽ ഡാമേജ് വരുത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇവർ ആക്ച്വലി ഡാമേജ് വരുത്തിയത് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എഫേസിയ എന്ന് പറയുന്ന കണ്ടീഷൻ മാറ്റാനാണോ,
എപ്പിലെപ്റ്റിക് സീഷേഴ്സ് അല്ലെങ്കിൽ അപസ്മാരം മാറ്റാനാണോ, ഒരാളുടെ ഡിപ്രഷൻ കണ്ടീഷനെ മാറ്റാനാണോ, അല്ലെങ്കിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി മാറ്റാനാണോ? എന്തിനാണ് ശരിക്കും ഈ ഡോക്ടേഴ്സ് ബ്രെയിനിൻ്റെ ഈ ഭാഗത്തിന് ഡാമേജ് ചെയ്യാൻ ശ്രമിച്ചത്? കറക്റ്റ് ആൻസർ അപസ്മാരം, എപ്പിലെപ്റ്റിക് സീഷേഴ്സ് കൺട്രോൾ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാര പ്രശ്നങ്ങൾ കുറഞ്ഞിരുന്നു. കോർപ്പസ് കലൂസുമായിട്ടുള്ള കണക്ഷൻസ് ബ്രേക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് കുറഞ്ഞതായിട്ടാണ് സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17. The dash is a sensory relay station where all sensory information except for the smell goes before being sent to other areas of the brain for further processing. Basically എല്ലാ സെൻസറി ഇൻഫർമേഷനും നമ്മൾ കാണുന്നതായിക്കോട്ടെ, കേൾക്കുന്നതായിക്കോട്ടെ, ടച്ച് തൊടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം ആദ്യം അതിൻ്റേതായ സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു കോമൺ പോയിന്റിലേക്ക്, ഒരു സെൻട്രൽ പോയിന്റിലേക്ക് എത്തുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. എക്സെപ്റ്റ് സ്മെൽ, മണം മാത്രം എന്ത് ചെയ്യില്ല ഈ കോമൺ പോയിന്റിൽ, ഇല്ലെങ്കിൽ മണത്തിൻ്റെ സ്മെല്ലിൻ്റെ ഇൻഫർമേഷൻ എന്ത് ചെയ്യില്ല ഈ കോമൺ പോയിന്റിൽ എത്തില്ല. ആ കോമൺ പോയിന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, ഇത് വേറൊരു ഓപ്ഷനാണ്. ഡി ഹിപ്പോകാമ്പസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. 4 ഓപ്ഷൻ: അമിഗ്ഡാല, ഹൈപ്പോതലാമസ്, തലാമസ്, ഹിപ്പോകാമ്പസ്. 4 ഓപ്ഷൻ ഉണ്ട്. ആരാണ് എന്ന് നോക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് തലാമസ് ആണ്. ഓക്കെ, തലാമസ് ആണ്. കാണുന്നൊരു ഇമേജ് ആയിക്കോട്ടെ, കേൾക്കുന്നൊരു ശബ്ദമായിക്കോട്ടെ, നമ്മൾക്ക് അനുഭവിക്കുന്നൊരു ടച്ച് സെൻസേഷൻ ആയിക്കോട്ടെ, അത് അതിൻ്റേതായ നമ്മളുടെ ബ്രെയിനിൽ ഓരോ ഭാഗങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ആ ഭാഗങ്ങളിലേക്ക് ഇൻഫർമേഷൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എത്തുന്നതിന് മുന്നേ ആദ്യം എത്തുന്ന റിലേ സെൻറ്റർ, കോമൺ പോയിൻ്റ് ആണ് തലാമസ്. യുവർ തലാമസ് ഇസ് ആൻ egg-shaped structure in the middle of your brain. It is known as relay station of all incoming movement and sensory information except smell controlled by olfactory bulb. So സ്മെല്ലിനെ കൺട്രോൾ ചെയ്യുന്നത് ഓൾഫാക്ടറി ബൾബും ബാക്കിയുള്ള ഓരോ സെൻസസിൻ്റെ ഇൻഫർമേഷനും ആദ്യം തലാമസിലെത്തിയിട്ടേ അതെന്ത് ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു വിഷ്വൽ ഇൻഫർമേഷൻ ആണെങ്കിൽ അത് ഓസിപിറ്റൽ ലോബിലേക്കും, ഒരു ഓഡിറ്ററി ഇൻഫർമേഷൻ ആണെങ്കിൽ അത് ടെമ്പോറൽ ലോബിലേക്കൊക്കെ എത്തുന്നത് ആഫ്റ്റർ തലാമസിലേക്ക് എത്തിയതിന് ശേഷം മാത്രമായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. എക്സാമ്പിൾസ് ഓഫ് ഡക്ട്ലെസ് ഗ്ലാൻഡ് ആർ. വയറുകളില്ലാത്ത, ട്യൂബ്യൂൾസ് ഇല്ലാത്ത ബോഡി ഗ്ലാൻഡ് ഏതാണെന്നുള്ളതാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ഡക്ട്ലെസ് മീൻസ് ട്യൂബ്ലെസ് ഗ്ലാൻഡ്സിനെയാണ്. ഓപ്ഷൻസ് നോക്കാം. ഗൊണാഡ്, salivary glands, adrenal glands, tear glands, salivary glands, gonads, thyroid, pituitary, tear gland, adrenal, thyroid, gonads. ഏതാണ് കറക്റ്റ് ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ adrenal, thyroid and gonads ആണ്. These glands secrete hormones directly into bloodstreams without ducts, അല്ലെങ്കിൽ rather than through ducts, and they play crucial role in regulating various bodily functions such as metabolism, growth and reproduction. അഡ്രിനൽ ഗ്ലാൻഡും ആയിക്കോട്ടെ, ഗൊണാഡ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ തൈറോയ്ഡ് ആയിക്കോട്ടെ, നമ്മുടെ ഗ്രോത്തിനെയും നമ്മുടെ റിപ്രൊഡക്റ്റീവ് സെക്സ് പ്രോസസ്സിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോണാണ് ആര്? ഡക്ട്ലെസ്. ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്ക് ലയിച്ച് കയറുന്ന കുറച്ച് ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് ആണ്. അതിൻ്റെ ഹോർമോൺസ്, ഇതിലൂടെ റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്ക് കലർന്ന് ചേരുന്നതാണ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ് ആൻസേഴ്സ് ആണ് അഡ്രിനൽ, തൈറോയ്ഡ് ആൻഡ് ഗൊണാഡ്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 19.
The adrenal hormones, which also appears to function as neurotransmitters in the brain, are dash. Adrenal hormones, which also appears to function as neurotransmitters in brain, are അതായത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു ഹോർമോണും കൂടിയാണ്. ഓക്കെ, അഡ്രിനൽ ഹോർമോണും ന്യൂറോ ട്രാൻസ്മിറ്ററും ആയിട്ടുള്ള ഒരു ബ്രെയിൻ കെമിക്കൽ ഏതാണെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഓപ്ഷൻസ്: ഡോപ്പമിൻ, സെറോട്ടോണിൻ ആണോ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റെറോൺ ആണോ, എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ ആണോ, ഇൻസുലിൻ, ടൊബലറോൺ ആണോ എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ ആണ്. എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ ശരിക്കും ഒരു ഹോർമോണും ആസ് വെൽ ആസ് ന്യൂറോ ട്രാൻസ്മിറ്ററും കൂടി ആണ്. These hormones are released by the adrenal medulla and plays roles both in body stress response and act as neurotransmitters in the brain for influencing arousal, attention and mood. മൂഡ് റെഗുലേറ്റ് ചെയ്യാനും നമ്മളെ അറ്റൻഡ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെ ആക്റ്റീവ് ആക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണെന്ത്? എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. അടുത്ത question number 20. The so-called master gland, which helps control the activities of various ductless glands, is known as dash. ആരാണ്? നമ്മളുടെ എൻഡോക്രൈൻ ഗ്ലാൻസ് എല്ലാം ഡക്ട്ലെസ് ആണ്, അതായത് ട്യൂബ്യൂൾസ് ഇല്ലാത്ത ഗ്ലാൻസ് ആണ് ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് ഒക്കെ അല്ല. ഈ എൻഡോക്രൈൻ ഗ്ലാൻസിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നൊരു തലപ്പനുണ്ട് അല്ലെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് ഉണ്ട്. ആ മാസ്റ്റർ ഗ്ലാൻഡ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷനാണുള്ളത്: അഡ്രിനൽ മെഡുല, തൈറോയിഡ്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആൻഡ് ഗൊണാഡ്. ഏതാണെന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഇസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. Often called master gland because it secretes several hormones that control the activities of other endocrine glands, influencing growth, reproduction and metabolism. Master gland ആയിട്ടുള്ള ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്ത് ചെയ്യും? ബാക്കി എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻസിനോടും തൻ്റെ ഹോർമോൺ റിലീസ് ചെയ്യുന്നുള്ള മെസ്സേജ് കൊടുക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ഗ്രോത്തിനും റിപ്രൊഡക്ഷനും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ എനർജി ലെവൽ, മെറ്റബോളിസം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. An insufficient supply of thyroid hormone can result in dash. Thyroid hormone അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Increased metabolic rate, cretinism, increased emotionality, none of these. ഏതായിരിക്കും ഓപ്ഷൻ എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ ക്രെറ്റിനിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ പോകും. തൈറോയ്ഡ് ഹോർമോൺ നല്ല രീതിക്ക് നമുക്ക് വന്നില്ലെങ്കിൽ ക്രെറ്റിനിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തും. Cretinism is a condition arising from severe deficiency. തൈറോയ്ഡ് ഹോർമോൺ തീരെ കുറയുമ്പോഴുള്ള ഒരു കണ്ടീഷനാണ്. അതിനെ നമ്മൾ ഹൈപ്പോതൈറോയിഡിസം എന്നും വിളിക്കുന്നുണ്ട്. ഇൻഫൻസിയിലോ ഏർലി ചൈൽഡ്ഹുഡിലോ ഒക്കെ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കൂടുതലും ഇൻഫൻസിയിലോ ഏർലി ചൈൽഡ്ഹുഡിലൊക്കെ ആയിരിക്കും ഇത് വന്നു ചേരുന്നത്. ആ സമയത്ത് വന്നു ചേരുമ്പോൾ നമ്മളുടെ ഗ്രോത്ത്, ആ കുട്ടിക്ക് വളർച്ച ഉണ്ടാവാനുള്ള ടെൻഡൻസി കുറയും. സോ സ്റ്റണ്ടഡ് ഗ്രോത്തിലേക്ക് എത്തും. അവരുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഗ്രോത്ത് താഴും, അല്ലെങ്കിൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് സ്റ്റോപ്പ് ആവും എന്നുള്ളതാണ് പറയുന്നത്, തൈറോയ്ഡ് ഹോർമോൺസ് മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. ഹാർട്ട് ബീറ്റ് ഇസ് അക്കംപ്ലിഷ്ഡ് ബൈ വിച്ച് ബ്രാഞ്ച് ഓഫ് നെർവസ് സിസ്റ്റം? ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യുന്നത് നെർവസ് സിസ്റ്റത്തിലെ ഏത് ടൈപ്പ് ഓഫ് നെർവസ് സിസ്റ്റം ആണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സെൻസറി ആണോ, പീനിയൽ ആണോ, ഓട്ടോണമിക് ആണോ, സൊമാറ്റിക് ആണോ? 4 ഓപ്ഷൻസ് ആണുള്ളത്. ഏതാണ് കറക്റ്റ് എന്നുള്ളത് നോക്കാം. കറക്റ്റ് വരുന്നത് ഓട്ടോണമിക് നെർവസ് സിസ്റ്റമാണ്. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ഉണ്ട്. ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിൽ
മെയിൻ ഫങ്ഷൻസ് വരുന്നത് ഇൻവോളണ്ടറി ഫങ്ഷൻസ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്ങിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനാണ് നമ്മുടെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഡ്യൂട്ടി വരുന്നത്. ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിന് 2 ഡിവിഷൻസ് ഉണ്ട്, സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എപ്പോഴും നമ്മുടെ ഓരോ ബോഡി ഇൻവോളണ്ടറി ബോഡി ഫങ്ഷൻസിനെ എപ്പോഴും ആക്റ്റീവാക്കി നിർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ത് ചെയ്യും, എല്ലാ ബോഡി ഫങ്ഷൻസിനെയും റിലാക്സ് ചെയ്യാനാണ് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. Dash are biochemical substances that are released into synaptic cleft to stimulate or suppress other neurons. എന്ത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ന്യൂറോൺസുകൾക്കിടയിലായിട്ട് റിലീസ് ചെയ്യപ്പെടുന്നത്? അത് ഏതൊരു ന്യൂറോൺസിൻ്റെ ട്രാൻസ്മിഷനെ, മെസ്സേജ് ട്രാൻസ്മിഷനെ കൂടുതൽ ഫാസ്റ്റ് ആക്കും അല്ലെങ്കിൽ സ്ലോ ആക്കും? ഓക്കെ, റിസെപ്റ്റേഴ്സ് ആണോ, ഹോർമോൺസ് ആണോ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണോ, ഇന്റർ ന്യൂറോൺസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഇസ് കറക്റ്റ് ആൻസർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. കറക്റ്റ് ആൻസർ ഇസ് ന്യൂറോ ട്രാൻസ്മിറ്റർ കേട്ടോ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ന്യൂറോണുകൾക്കിടയിൽ റിലീസ് ചെയ്യപ്പെടുന്ന കെമിക്കൽസ് ബിറ്റ്വീൻ ന്യൂറോൺസ് ആൻഡ് നോട്ട് ഹോർമോൺസ് എൻഡോക്രൈൻ ഗ്ലാൻസ് റിലീസ് ചെയ്യുന്നതാണ്. എൻഡോക്രൈൻ ഗ്ലാൻസിൽ റിലീസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് എന്ത്? ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് കേട്ടോ. അടുത്ത question number 24. In a split brain procedure, which part of the brain is severed? സ്പ്ലിറ്റ് ബ്രെയിൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിന് നമ്മൾ നേരത്തെ പറഞ്ഞു ലാറ്ററലൈസേഷൻ, ഓരോ ബ്രെയിനിനും തൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. എന്നാൽ പോലും ഇതിനെ തമ്മിലുള്ള കണക്ഷൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്താലും നമുക്ക് ബ്രെയിനിൻ്റെ പല ഫങ്ഷൻസും മറ്റൊരാൾ ഏറ്റെടുത്ത് വർക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്പ്ലിറ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് ഈവൻ ദോ ഓരോ ഡ്യൂട്ടീസ് ഉണ്ടെങ്കിലും ബ്രെയിനിന് ഒരു കപ്പാസിറ്റി ഉണ്ട് അതിൻ്റെതായ ഡ്യൂട്ടീസ് മറ്റൊന്നിനെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള. അപ്പോൾ അതാണ് സ്പ്ലിറ്റ് ബ്രെയിൻ. സോ സ്പ്ലിറ്റ് ബ്രെയിൻ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് ബ്രെയിനിൻ്റെ ഏത് ഭാഗത്തിനെയാണ് നമ്മൾ വിടിയിക്കുക അല്ലെങ്കിൽ ഡാമേജ് ചെയ്യിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണോ, റൈറ്റ് ഹെമിസ്ഫിയർ ആണോ, കോർപ്പസ് കലോസം ആണോ, ഓസിപിറ്റൽ ലോബ് ആണോ എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഈ റൈറ്റ് ഹെമിസ്ഫിയറിനും ലെഫ്റ്റ് ഹെമിസ്ഫിയറിനും കണക്ട് ചെയ്യുന്ന ഭാഗം? CC ആണ് അല്ലേ? കറക്റ്റ് ആൻസർ വരുന്നത് കോർപ്പസ് കലോസം ആണ്. ഈ റൈറ്റ് ഹെമിസ്ഫിയറിനെയും ലെഫ്റ്റ് ഹെമിസ്ഫിയറിനെയും ബ്രിഡ്ജ് ചെയ്യുന്ന കോർപ്പസ് കലോസം എന്ന് പറയുന്ന ഭാഗത്തിന് ഡാമേജ് വരുത്തുമ്പോഴാണ് സ്പ്ലിറ്റ് ബ്രെയിൻ പ്രൊസീജിയർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്ന എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. In a split brain procedure, the corpus callosum is severed. Corpus callosum ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡാമേജ് ചെയ്യുന്നത്. അതൊരു തിക്ക് ബാൻഡ് ആണ്. ലെഫ്റ്റ് ഹെമിസ്ഫിയറിനെ റൈറ്റ് ഹെമിസ്ഫിയറിനെയും കണക്ട് ചെയ്യുന്ന തിക്ക് ബാൻഡ് ആണ്. ഈ കണക്ഷൻസ് വേർതിരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ബ്രെയിൻ കണ്ടീഷനിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, question number 25.
ഒരു വലിയ ക്വസ്റ്റ്യനാണ്. എന്താണെന്ന് നോക്കാം. Peter suffers damage to his left frontal lobe and loses the ability to speak but can still understand speech. Despite the permanence of his damage, he is able to recover some of his speech due to his brain's ability to take over the lost function. This phenomena is known by neuroscientists as dash. ബേസിക്കലി പീറ്റർ എന്ന് പറയുന്ന ആളുടെ ഫ്രോണ്ടൽ ലോബിൽ ചില ഭാഗങ്ങൾക്ക് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. സ്റ്റിൽ അവനെന്താണ് പറയുന്ന സാധനങ്ങളിൽ മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. പക്ഷെ പറയുന്ന സാധനങ്ങൾ മനസ്സിലാക്കാനുള്ള എബിലിറ്റി ഉണ്ട്, പക്ഷെ സംസാരിക്കാൻ അവൻ ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സംഭവം, അതായത് ഒരു ഭാഗം ഡാമേജ് ആയിട്ടും അതിൻ്റെ ഫങ്ഷൻ ഏറ്റെടുത്ത് വേറെ ഏതോ ഒരു ബ്രെയിൻ ഭാഗം നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ആ ബ്രെയിനിൻ്റെ പ്രൊസീജിയറിനെ ഒന്ന് മറ്റൊന്നിൻ്റെ ഡ്യൂട്ടി ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ബ്രെയിനിൻ്റെ ആ കഴിവിനെ എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഫ്ലെക്സിബിലിറ്റി ആണോ, അഡാപ്റ്റീവ്നെസ് ആണോ, പ്ലാസ്റ്റിസിറ്റി ആണോ, കോമ്പൻസേഷൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്ലാസ്റ്റിസിറ്റി. ബേസിക്കലി നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് വിളിക്കുക. ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ബേസിക്കലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ലാറ്ററലൈസേഷൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, ബ്രെയിനിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും അതിൻ്റേതായ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്റ്റഡീസിൽ നിന്നും ഡാമേജ്ഡ് ആയിട്ടുള്ള പല ബ്രെയിൻ ഏരിയാസും ഡാമേജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ സ്റ്റഡീസിൽ നിന്നും മനസ്സിലായത് എന്താ വെച്ചാൽ, ഈവൻ ദോ അവരുടെ ചില ഭാഗങ്ങൾക്ക് ഡാമേജ് പറ്റിയാലും ആ ഭാഗം ചെയ്തിരുന്ന ഡ്യൂട്ടി മറ്റേതെങ്കിലും ഒരു ബ്രെയിൻ പാർട്ട് ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. ആ കഴിവിനെയാണ് നമ്മൾ എന്താ പറയുക, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫങ്ഷനിങ് ഏറ്റെടുത്ത് ചെയ്യുന്നതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നു. ദിസ് എബിലിറ്റി ഓഫ് ബ്രെയിൻ ടു അഡാപ്റ്റ് ആൻഡ് റിവൈവ് ഇറ്റ്സെൽഫ് ഇസ് നോൺ ആസ് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫീനസ് ഗേജ് served as an example that an individual could experience trauma to this area of the brain and survive but with personality changes. ഫീനസ് ഗേജ് എന്ന് പറയുന്നത് ഒരു സീരിയസ് ഡാമേജ്, ബ്രെയിനിന് സീരിയസ് ആയിട്ടുള്ള തലയ്ക്ക് അടിയേറ്റ് ഒരു ബ്രെയിനിൻ്റെ ഒരു ഭാഗത്തിന് ഡാമേജ് പറ്റിയ ഒരു സിവിയർ കേസാണ് ഫീനസ് ഗേജ്. ഫീനസ് ഗേജിൻ്റെ ട്രോമ ഓക്കെ, ബ്രെയിനിൻ്റെ ഒരു ഏരിയയ്ക്ക് ഡാമേജ് പറ്റി ട്രോമ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ബ്രെയിന് സർവൈവ് ചെയ്യുന്നുണ്ട്, ജീവിച്ചു പോകുന്നുണ്ട് അയാൾ. പക്ഷെ കുറച്ച് പേഴ്സണാലിറ്റി ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആ ബ്രെയിൻ ഏരിയ, ആ ഡാമേജ് വന്ന ബ്രെയിൻ ഏരിയ, പേഴ്സണാലിറ്റി ചേഞ്ചസിന് കാരണമാവുന്ന ബ്രെയിൻ ഏരിയ ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. സെൻട്രൽ ഫിഷർ ആണോ, ഫ്രോണ്ടൽ ലോബ് ആണോ, ലാറ്ററൽ ഫിഷർ ആണോ, പാരിയറ്റൽ കോംപ്ലക്സ് ആണോ? കറക്റ്റ് ആൻസർ ഫ്രോണ്ടൽ ലോബ് ആണ്. ഫ്രോണ്ടൽ ലോബ് form an iron damage to Finis gates frontal lobe from an iron rod injury highlighted how frontal lobe trauma can cause profound personality changes, yet the individual survive, underscoring the lobe's role in regulating personality traits and social behavior. Okay, ഫിനസ് ഗേജിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചില്ല, നല്ലൊരു കട്ടിയുള്ള അയൺ റോഡ് അല്ലെങ്കിൽ കട്ടിയുള്ള കമ്പി കൊണ്ട് അയാൾക്ക് തലയ്ക്ക് അടിയേറ്റപ്പം അയാൾക്ക് പേഴ്സണാലിറ്റി ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. ആ ബ്രെയിനിന് ഡാമേജ് സംഭവിച്ചപ്പം അയാൾക്ക് പേഴ്സണാലിറ്റി ചേഞ്ചസ്, ഫ്രോണ്ടൽ ലോബിന് അടിയേറ്റപ്പം പേഴ്സണാലിറ്റി ചേഞ്ചസ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27. Sleep and dreaming are regulated by the dash. സ്ലീപ്പും ഡ്രീമിങ്ങും ഏത് ബ്രെയിൻ ഏരിയ ആണ് കൺട്രോൾ ചെയ്യുന്നത്? പോൺസ്, അമിഗ്ഡാല, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഹിപ്പോകാമ്പസ്. ആരാണ്? കറക്റ്റ് ആൻസർ പോൺസ് ആണ്. നമ്മുടെ ബ്രെയിനിനെ 3 പാർട്സ് ആയി ഡിവൈഡ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷനിലെ ഹിൻഡ് ബ്രെയിനിലെ പോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്ലീപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്.
ബ്രെയിൻ സ്റ്റെമിന് ചുറ്റുമായിട്ടാണ് അല്ലെങ്കിൽ അടുത്തായിട്ടാണ് നമ്മുടെ പോൺസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. റെഗുലേറ്റ് സ്ലീപ്പ് ആൻഡ് ഡ്രീമിംഗ് ബൈ പ്രൊഡ്യൂസിങ് ന്യൂറോ ട്രാൻസ്മിറ്റർ ദാറ്റ് പ്രൊമോട്ട് സ്ലീപ്പ് ആൻഡ് ഇൻഹിബിറ്റ് വേക്ക്ഫുൾനെസ്. അപ്പം പോൺസ് എന്ത് ചെയ്യും? ഉറക്കത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യുകയും അതായത് എണീറ്റിരിക്കാൻ അവെയർനെസ് സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ന്യൂറോൺസിനെ റിലീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓൾസോ കോർഡിനേറ്റ് REM sleep stage associated with vivid dreaming, highlighting crucial role in the process. അതേപോലെ തന്നെ ഡ്രീം ഇൻവോൾവ് ആവുന്ന സ്ലീപ്പ് സ്റ്റേജസ് ആണ് REM സ്ലീപ്പ് എന്ന് പറയുന്നത്. REM സ്ലീപ്പിൽ ഉണ്ടാവുന്ന ഡ്രീംസിനെ കൺട്രോൾ ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ പോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് ഗ്ലാൻഡ് റെഗുലേറ്റ് സ്ലീപ്പ് ആൻഡ് മൂഡിനെയും സ്ലീപ്പിനെയും റെഗുലേറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ്, ഡക്ട്ലെസ് ഗ്ലാൻഡ്, എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. പിറ്റ്യൂട്ടറി ആണോ, പീനിയൽ ആണോ, ലിവർ ആണോ, പാങ്ക്രിയാസ് ആണോ? കറക്റ്റ് ആൻസർ പീനിയൽ ഗ്ലാൻഡ് ആണ്. പീനിയൽ ഗ്ലാൻഡ് എന്ത് ചെയ്യും? ഉറക്കത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന മെലറ്റോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഓൾസോ സെറോട്ടോണിനും റിലീസ് ചെയ്യും കേട്ടോ. സോ ഉറക്കത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഗ്ലാൻഡ് എന്ന് പറയുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഇസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് കൺസിഡർ ചെയ്യുന്ന പാർട്ട് ഏതാണ് എന്നുള്ളതാണ്. സോമയാണോ, ന്യൂറോൺ ആണോ, ആക്സോൺ ആണോ, ടെർമിനൽ ബ്രാഞ്ച് ആണ്? ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ന്യൂറോൺ ആണ്. നമ്മൾ സെല്ലാണ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പോലെ ബേസിക് യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ന്യൂറോൺ ആണ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ആണ് ന്യൂറോൺ. നമ്മൾക്ക് ലഭിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസിനെയും ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ സിഗ്നൽസ് ആയിട്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ന്യൂറോൺ ആണ്. ന്യൂറോണിന് 3 മെയിൻ സ്ട്രക്ചേഴ്സ് ആണുള്ളത്: ഡെൻഡ്രൈറ്റ്, ആക്സോൺ, ടെർമിനൽ ബ്രാഞ്ചസ് ആൻഡ് ഓൾസോ സോമയാണ് കൂടുതലായിട്ട് നമ്മൾ പറയാം കേട്ടോ. സോമയും കൂടിയുള്ള 3 മെയിൻ ഭാഗങ്ങളുള്ള ഒരു സ്ട്രക്ചറാണ് എന്ത്? ന്യൂറോൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30. ന്യൂറൽ സിഗ്നൽസ് ട്രാവൽ അലോങ് എ ന്യൂറോൺ ഇൻ വാട്ട് ഓർഡർ? ന്യൂറൽ സിഗ്നൽസ് ഏത് ഓർഡറിലാണ് ന്യൂറോണിലൂടെ കടന്നു പോകുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണെന്ന് നോക്കുക. ആക്സോൺ, ഡെൻഡ്രൈറ്റ്, സോമ, ടെർമിനൽ ബ്രാഞ്ചസ്. ആക്സോൺ, സോമ, ഡെൻഡ്രൈറ്റ്, ടെർമിനൽ ബ്രാഞ്ചസ്. ടെർമിനൽ ബ്രാഞ്ചസ് സോമ, ഡെൻഡ്രൈറ്റ്, ആക്സോൺ. ഡെൻഡ്രൈറ്റ്, ആക്സോൺ, സോമ, ടെർമിനൽ ബ്രാഞ്ചസ്. ഡെൻഡ്രൈറ്റ്, സോമ, ആക്സോൺ, ടെർമിനൽ ബ്രാഞ്ചസ്. ഏതാണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ ഡെൻഡ്രൈറ്റ്, സോമ, ആക്സൺ, ടെർമിനൽ ബ്രാഞ്ചസ്. ബേസിക്കലി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ ആദ്യം നമുക്ക് ലഭിക്കുന്നത് ഈ ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് ബ്രാഞ്ചസിലാണ്. ഇതാണ് നമ്മുടെ ഡെൻഡ്രൈറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രൈറ്റ് ബ്രാഞ്ചസിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇവരെന്ത് ചെയ്യും? നമ്മുടെ സെൽ ബോഡി അല്ലെങ്കിൽ സോമയിലേക്ക് എത്തിക്കും. ഓക്കെ, സോമയിൽ നിന്ന് ഈ ഇൻഫർമേഷൻ എന്ത് ചെയ്യും? നമ്മുടെ ലോങ് ആയിട്ടുള്ള ആക്സോണിലൂടെ കടന്നു പോകും. ഈ ആക്സോൺ പിന്നീട് എന്ത് ചെയ്യും? അതിൻ്റെ തറ്റങ്ങളിലേക്ക്, അതിൻ്റെ എൻഡിലുള്ള ടെർമിനൽ ബ്രാഞ്ചസിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ഒരു ഗ്യാപ്പിൽ നിന്ന് അടുത്ത ഡെൻഡ്രൈറ്റുകൾ ഈ ഇൻഫർമേഷനെ പിടിക്കും. ഓക്കെ, സോ ഇതാണ് ഡെൻഡ്രൈറ്റിൽ നിന്ന് സോമയിലേക്ക് പോകും, സോമയിൽ നിന്ന് ആക്സോണിലേക്ക് പോകും, ആക്സോണിൽ നിന്ന് ടെർമിനൽ ബ്രാഞ്ചിലേക്ക് പോകും. ഇതാണ് എന്തിൻ്റെ ഒരു ട്രാവൽസ് നേച്ചർ. നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ ട്രാവൽ ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക.